നമസ്കാരം. മലബാർ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെങ്ങും CPIM ആഭിമുഖ്യത്തിൽ ഭൂസമരം തുടങ്ങി. ഉള്ളേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചനോറ മലയിലെ മിച്ചഭൂമിയിലേക്ക് വളണ്ടിയർ മാർച്ച്. വിനോദസഞ്ചാര കേന്ദ്രമായ കക്കയം വനപ്രദേശത്ത് തൂക്കുപാലത്തിന്റെ സർവേ പഠനം പൂർത്തിയായി. പാല നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് വിനോദസഞ്ചാര വകുപ്പ്. വാർത്തകൾ വിശദമായി. KSKTUവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭൂസമരം ജില്ലയിൽ ആരംഭിച്ചു. ഉള്ളേരി പഞ്ചായത്തിലെ അഞ്ചനോറ മലയിലെ 22 ഏക്കർ മിച്ചഭൂമിയിലേക്കാണ് സമരവുമായി പ്രവർത്തകർ എത്തിയത്. വളണ്ടിയർ മാർച്ച് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം BV ദക്ഷിണാമൂർത്തി ഉദ്ഘാടനം ചെയ്തു. CPIMന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജില്ലാ ഭൂസമര സമിതിയുടെ നേതൃത്വത്തിൽ ഉള്ളിയേരി പഞ്ചായത്തിലെ അഞ്ചനോറ മലയിലെ 23 ഏക്കറോളം വരുന്ന മിച്ചഭൂമിയിലേക്ക് സമര വളണ്ടിയേഴ്സ് മാർച്ച് നടത്തി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ദക്ഷിണാമൂർത്തി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തിയ വിവിധ അവകാശ സമരങ്ങളെക്കുറിച്ച് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. പത്രങ്ങളിലെല്ലാം നവവത്സരത്തെ പറ്റിയുള്ള വിശദീകരണമുണ്ട്. പോയ ഒരു വർഷം, വരാനിരിക്കുന്ന ഒരു വർഷം, അതായത് വന്ന വർഷം, പോയ വർഷം പ്രക്ഷോഭങ്ങളുടെ വർഷമായിരുന്നു. ഇന്ത്യ ഇതേവരെ കണ്ടിട്ടില്ലാത്ത പ്രക്ഷോഭങ്ങൾ നടന്ന വർഷമാണ് പോയ വർഷം. ലോകം തന്നെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രക്ഷോഭം നടന്ന വർഷമാണ് പോയ വർഷം. നല്ല വാൾ സ്ട്രീറ്റ് പിടിച്ചടക്കൽ. ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യത്തെ ജനങ്ങൾ ഭക്ഷണത്തിനു വേണ്ടി, തൊഴിലിനു വേണ്ടി, വിലക്കയറ്റം തടയുന്നതിനു വേണ്ടി ആഗോളവൽക്കരണ നയത്തിനെതിരായി തെരുവിലിറങ്ങി അമേരിക്കയിൽ. നമ്മളിപ്പോ ഡൽഹിയിൽ കണ്ടു സ്ത്രീകളുടെ മാനം കാക്കുന്നതിനു വേണ്ടി. പുരുഷൻ കടലുണ്ടി MLA M കേളപ്പൻ, M മെഹബൂബ്, P വിശ്വൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു. പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ സമരരംഗത്ത് നിന്ന് വളണ്ടിയർമാർ പിൻവാങ്ങില്ലെന്നും മിച്ചഭൂമി ഉടമകളെ സഹായിക്കുന്ന നയപരിപാടികളാണ് UDF സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും ഇതിനെതിരെ സമരം ശക്തമാകുമെന്നും നേതാക്കൾ പ്രസ്താവിച്ചു. 15 ഏരിയകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 250 വളണ്ടിയർമാർ സമരത്തിൽ പങ്കെടുത്തു. ജനുവരി 10 വരെ എല്ലാ ദിവസവും 100 വീതം സമര വളണ്ടിയർമാർ സമരഭൂമിയിൽ പ്രവേശിച്ച് അറസ്റ്റ് വരിക്കും. ജനുവരി 11 മുതൽ സമരത്തിന്റെ തുടർച്ചയായി ഓരോ ഏരിയയിലും തിരഞ്ഞെടുക്കപ്പെട്ട സമരഭൂമിയിൽ സമരം തുടരും. കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കക്കയത്ത് തൂക്കുപാലത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമാവുന്നു. കല്ലാനോട് കക്കയം പ്രദേശങ്ങൾ തമ്മിൽ ഇതോടെ ബന്ധിക്കും. കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കക്കയത്ത് തൂക്കുപാലത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമാവുന്നു. വളരെ കാലമായി തോണിയിൽ അപകടകരമായ സാഹചര്യത്തിൽ പുഴ കടക്കുന്ന ഇവിടെ നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് തൂക്കുപാലം നിർമ്മിക്കുകയെന്ന് വകുപ്പ് മേധാവികൾ അറിയിച്ചു. കല്ലാനോട് കക്കയം പ്രദേശത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായാണ് പാലം നിർമ്മിക്കുക. നേരത്തെ തോണിയുമില്ലാതിരുന്ന ഇവിടെ പാലത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് മലബാർ ചാനൽ നിരവധി തവണ റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു. കോഴിക്കോട് നിന്നെത്തിയ വിദഗ്ധ സംഘമാണ് പാലം പണി പൂർത്തീകരിക്കുക. പ്രാഥമിക സർവേ പഠനത്തിന് ചൊവ്വാഴ്ച തുടക്കമായി. പാലം പണി പൂർത്തിയാവുന്നതോടെ ടൂറിസം മേഖലയിലും ഇവിടെ സാധ്യതകൾ വർദ്ധിക്കും. സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലാ തൊഴിലാളി സംഗമം ജനുവരി 6 പേരാമ്പ്രയിൽ നടക്കും. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് A വാസു സംഗമം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി റഹീം മലപ്പുറം, ഇസ്മയിൽ കമ്മന തുടങ്ങിയവർ സംസാരിക്കും. ഇടവേള. ബന്ധങ്ങൾ എന്നും നിലനിൽക്കും. ഇഷാന ഗോൾഡ്, കോഴിക്കോട്, ബാലുശ്ശേരി, നാദാപുരം. കാൽനൂറ്റാണ്ടായി ജനവിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് സ്വർണ്ണാഭരണ വിപണന രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച സവിത ജ്വല്ലറി. 916 സ്വർണ്ണാഭരണങ്ങൾ
സ്വന്തം പണിശാലയിൽ കർശനമായ മേൽനോട്ടത്തിൽ ഈടുറപ്പോടുകൂടി വിവിധ മോഡലുകളും ഡിസൈനിലും ഇഷ്ടത്തിനൊത്ത സെലക്ഷനോടുകൂടി നിർമ്മിച്ചു നൽകുന്ന മേപ്പയ്യൂരിന്റെ ആദ്യത്തെ സ്വർണ്ണാഭരണശാല സവിത ജ്വല്ലറി, മേപ്പയ്യൂർ. ഫോൺ 0496 267 6243. വാർത്തകൾ തുടരുന്നു. രോഗം ശാപമല്ല, ചികിത്സ അവകാശമാണ് എന്ന ആഹ്വാനവുമായി പൂക്കാട് അഭയം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈകുന്നേരം സാന്ത്വന ദീപം തെളിയിച്ചു. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ആദ്യ ദീപം പകർന്നു. പൂക്കാട് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരികളും സാന്ത്വന വർഷാചരണത്തിൽ ദീപം തെളിയിച്ച് പങ്കാളികളായി. അഭയം ചേമഞ്ചേരിയുടെ സാന്ത്വന വർഷത്തിന്റെ ഭാഗമായുള്ള പതാക ദിനാചരണവും സാന്ത്വന ദീപം തെളിയിക്കലും ചൊവ്വാഴ്ച നടന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് സ്നേഹവാത്സല്യവും പഠനാവസരങ്ങളും തൊഴിൽ പരിശീലന ചികിത്സാ സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ഡിസംബർ 23 മുതൽ 30 വരെ സാന്ത്വന ഗ്രാമസഭകൾ നടന്നുവരികയായിരുന്നു. രോഗം ശാപമല്ല, ചികിത്സ അവകാശമാണ് എന്ന ആശയമാണ് പ്രവർത്തനം വഴി മുന്നോട്ട് വെക്കുന്നത്. പരിപാടിയുടെ ഭാഗമായുള്ള സാന്ത്വന ദീപം തെളിയിക്കൽ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ നിർവഹിച്ചു. ചടങ്ങിൽ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത മതിലശ്ശേരി അധ്യക്ഷയായിരുന്നു. പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ചന്ദ്രഹാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇ ഗംഗാധരൻ നായർ, MC മുഹമ്മദ് കോയ, കെ ശങ്കരൻ മാസ്റ്റർ, TA അബൂബക്കർ, കണ്ണഞ്ചേരി വിജയൻ, മാടഞ്ചേരി സത്യനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. അഭയം ചേമഞ്ചേരിയുടെ ആരംഭം മുതൽ കഴിയുമ്പോഴെല്ലാം സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന പൂക്കാട് ടൗണിലെ ഓട്ടോ ഡ്രൈവർമാരുടെ പ്രവർത്തനം മാതൃകയാവുന്നു. അഭയം ചേമഞ്ചേരിയുടെ ആരംഭം മുതൽ ചില പ്രത്യേക അവസരങ്ങളിൽ വർഷം തോറും സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന പൂക്കാട് ടൗണിലെ ഓട്ടോ ഡ്രൈവർമാരുടെ പ്രവർത്തനം മാതൃകയാവുന്നു. ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് വ്യക്തികളുടെയും സംഘടനകളുടെയും പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുക പതിവാണെങ്കിലും അവർ ഫണ്ട് നൽകുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഫണ്ട് നൽകുന്നതിന് പകരം ഓട്ടോ ഡ്രൈവർമാർ ഭക്ഷണം പാചകം ചെയ്ത് നൽകുകയാണെന്ന് ഓട്ടോ ഡ്രൈവർമാരുടെ സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. മാതൃകാപരമായി മറ്റാളുകൾക്ക് കൂടി അനുകരിക്കാവുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്തു വരുന്നത്. അഭയ സ്കൂൾ തുടങ്ങിയ കാലം തൊട്ട് എല്ലാ വർഷവും ജനുവരി 1-ാം തീയതി പൂക്കാട്ടിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അഭയത്തിന് ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഞങ്ങൾ വർഷങ്ങളായിട്ട് നടത്തി വരുന്നതാണ്. ഈ വർഷവും വളരെ ഭംഗിയായിട്ട് ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെയുള്ള അധ്യാപകർക്കും പിന്നെ ഭക്ഷണം കൊടുക്കുന്ന കാര്യം ഞങ്ങൾ ഇന്ന് നിറവേറ്റിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പാകം ചെയ്ത് തന്നെ ആണ് എല്ലാ വർഷവും ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. നവോത്സാരംഭത്തിൽ പിന്നെ ഈ സദ്യ കർമ്മം ചെയ്തതിൽ ഞങ്ങൾ വളരെയധികം. കൊയിലാണ്ടി നഗരസഭ സാംസ്കാരിക നിലയത്തിൽ ന്യൂ ഇയർ ഫെസ്റ്റിന് തുടക്കമായി. കെ ദാസൻ MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കെ ശാന്ത ടീച്ചർ അധ്യക്ഷയായിരുന്നു. കൊയിലാണ്ടി നഗരസഭ സാംസ്കാരിക നിലയത്തിൽ ന്യൂ ഇയർ ഫെസ്റ്റിന് തുടക്കമായി. പരിപാടികളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച കെ ദാസൻ MLA നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ശാന്ത ടീച്ചർ അധ്യക്ഷയായിരുന്നു. എ അസീസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്തങ്ങളായ വിവിധ പവലിയന്മാരുടെ പരിപാടികളും ഇവിടെ നടക്കും. പരിപാടികൾ ജനുവരി 6-ന് അവസാനിക്കും. കാവുംവട്ടം മുസ്ലിം UP സ്കൂളിൽ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ അബ്ദുൽ ലത്തീഫ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാവുവട്ടം മുസ്ലിം UP സ്കൂളിൽ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 1-ന് ചൊവ്വാഴ്ച പുതുവർഷ ദിനത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾ തടയുന്നതിന് ജനങ്ങളിൽ സന്ദേശം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് റാലി നടത്തിയത്. സ്കൂൾ മാനേജർ അബ്ദുൾ ലത്തീഫ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. അതിക്രമങ്ങൾക്കെതിരെ വിവിധ മുദ്രാവാക്യങ്ങളും റാലിയിൽ വിദ്യാർത്ഥികൾ ഉയർത്തിയിരുന്നു. കൂരാച്ചുണ്ട് ബൈബിൾ കൺവെൻഷൻ ജനുവരി 9 മുതൽ 13 വരെ കൂരാച്ചുണ്ട് സെന്റ് തോമസ് ഫെറോന ദേവാലയത്തിൽ നടക്കും. കൊയിലാണ്ടി പഴയ ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ടോയ്ലറ്റ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കൊയിലാണ്ടി പഴയ ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റിന്റെ പ്രവർത്തനം ചൊവ്വാഴ്ച ആരംഭിച്ചു. വർഷങ്ങളായി യാത്രക്കാർ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഏറെ പ്രയാസം അനുഭവിച്ചിരുന്ന സ്ഥിതിക്കാണ് ഇതോടെ പരിഹാരമാവുന്നത്. നേരത്തെ ടോയ്ലറ്റുകൾ പ്രവർത്തിച്ചിരുന്ന ഇവിടെ കാലക്രമത്തിൽ ഇവ കേടുവരികയും പ്രവൃത്തി നിലയ്ക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് നിരവധി തവണ ജനങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായാണ് ടോയ്ലറ്റുകൾ സ്ഥാപിക്കപ്പെട്ടത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച തുകയുപയോഗിച്ചാണ് ടോയ്ലറ്റുകൾ പണി കഴിപ്പിച്ചത്. പ്രവർത്തിപ്പിക്കാൻ സാങ്കേതികമായി പരിജ്ഞാനം ആവശ്യമുള്ള ഈ സംവിധാനം ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിൽ കഴിയുമോ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ പദ്ധതിയുടെ വിജയം.
മാവട്ട് ശ്രീ നാരായണമംഗലം വിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് ചൊവ്വാഴ്ച സമാപനമായി. ആറാട്ട്, സദ്യ, കുളിച്ചാറാട്ട് തുടങ്ങിയ നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ നടന്നു. മാവട്ട് ശ്രീ നാരായണമംഗലം വിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് ചൊവ്വാഴ്ച സമാപനമായി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ആറാട്ട്, സദ്യ, കുളിച്ചാറാട്ട് എന്നിവയിൽ വൻ ജനപങ്കാളിത്തമാണ് ക്ഷേത്രസന്നിധിയിൽ അനുഭവപ്പെട്ടത്. തിങ്കളാഴ്ച നടന്ന പള്ളിവേട്ട എഴുന്നള്ളത്തിൽ വിവിധ അവകാശ വിഭാഗങ്ങൾ പങ്കെടുത്തു. കൂർമ്മയിൽ താഴെ വെച്ചായിരുന്നു ആചാരപരമായ പള്ളിവേട്ട നടന്നത്. തുടർന്ന് ക്ഷേത്രസന്നിധിയിലേക്ക് തിരിച്ചെത്തിയ ചടങ്ങുകൾക്ക് 50-ൽ പരം വാദ്യകലാകാരന്മാർ താളമേളമൊരുക്കി. ഉത്സവത്തോടനുബന്ധിച്ച് ഗാനമേള, സംഗീത, ശില്പശാല, നൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി. ഇടവേള. ആത്മാർത്ഥ ബന്ധങ്ങൾ എന്നും നിലനിൽക്കും. ഇഷാന ഗോൾഡ്, കോഴിക്കോട്, ബാലുശ്ശേരി, നാദാപുരം. Kalyan Sari Smart Singer, a musical reality show. കല്യാൺ സാരി സ്മാർട്ട് സിംഗർ വിജയികൾക്ക് ലഭിക്കുന്നു ഒന്നാം സമ്മാനമായി സ്മാർട്ട് ഹോംസ് പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് നൽകുന്ന 25 ലക്ഷം രൂപ വില വരുന്ന അപ്പാർട്ട്മെന്റ്. രണ്ടാം സമ്മാനമായി KVR ഡ്രീം വെഹിക്കിൾസ് നൽകുന്ന 5 ലക്ഷം രൂപ വില വരുന്ന കാർ. മൂന്നാം സമ്മാനമായി സ്കൈ ഗോൾഡ് നൽകുന്ന 2.5 ലക്ഷം രൂപ വില വരുന്ന സ്വർണം. വാർത്തകൾ തുടരുന്നു. എരവട്ടൂർ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് റൂറൽ DYSP CD ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി. അർത്ഥത്തിലും അത് ഉത്സവമായിട്ട് മാറുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ വെക്കേഷൻ സമയം, ക്രിസ്മസ് ആഘോഷത്തിന്റെ ഈ സമയത്ത്, സ്കൂൾ വെക്കേഷൻ എല്ലാം തന്നെ നമ്മുടെ കുട്ടികളെയും കൂട്ടി കുടുംബം എല്ലാ പല ഭാഗങ്ങളിലും ആസ്വദിക്കാൻ വേണ്ടി പോകാറുണ്ട്. പക്ഷെ ഒരുപക്ഷെ അപകടം പിടിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ദിവസം എന്നോണം കേൾക്കുകയാണ്. നമ്മുടെ കുട്ടികളും ഒന്നിച്ച്, കുടുംബാംഗങ്ങളും ഒന്നിച്ചുകൊണ്ട് ആഘോഷിക്കുവാനുള്ള ഒരു വേളയാകണം നമ്മുടെ ഈ ഫെസ്റ്റെല്ലാം. നമുക്കവിടെ കുട്ടികൾക്ക് കളിക്കുവാനുള്ളതും അതേപോലെ തന്നെ കുട്ടികൾക്കെല്ലാം തന്നെ വാങ്ങിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാളുകളും എല്ലാം പർച്ചേസ് ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുന്ന രീതിയിലേക്കുള്ള എരവട്ടൂർ ഫെസ്റ്റ് നമുക്ക് അടുത്ത കാലങ്ങളിൽ ആഘോഷിക്കുവാൻ വേണ്ടി പറ്റട്ടെ എന്നുള്ളതാണ് എനിക്കിവിടെ ആശംസിക്കുവാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരുമ നിലനിർത്തുന്ന ഈ എരവട്ടൂർ ഫെസ്റ്റ് എക്കാലവും ജനങ്ങൾക്ക് ഓർക്കുവാനും മനസ്സിൽ താലോലിക്കുവാനുമുള്ള ഓർമ്മകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പുതുവത്സ പുലരിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ സമാപന തിരശ്ശീല വീഴുമ്പോൾ ഇതിന്റെ ഔപചാരികമായ സമാപന ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കണയങ്കോട് കിടാരത്തിൽ തലച്ചില്ലോൻ ദേവീക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി.
ഓട്ടംതുള്ളൽ, സമൂഹ സദ്യ, ചെണ്ടമേളം തുടങ്ങിയവ ക്ഷേത്ര പരിസരത്ത് നടന്നു. തയ്യൽ ക്ഷേമനിധിയിൽ നിന്നുള്ള മരണാനന്തര ആനുകൂല്യം 1 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മേപ്പയ്യൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി മൂരാട് ദാമോദരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേപ്പയ്യൂർ സലഫി 40ാം വാർഷികം ഉദ്ഘാടന മഹാസമ്മേളനം ജനുവരി 5 നടക്കും. കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി റഹ്മാൻ ഖാൻ, കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ സംബന്ധിക്കും. മുജുകുന്ന് ശ്രീ കോട്ട കോവിലകം ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ചെമ്പടിക്കൽ കർമ്മവും ചെമ്പോല സമർപ്പണവും ജനുവരി 5 ശനിയാഴ്ച കാലത്ത് നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഡൽഹിയിൽ പീഡനത്തിനിരയായി മരണമടഞ്ഞ പെൺകുട്ടിയുടെ സ്മരണയിൽ ഉണ്ണികുളം പഞ്ചായത്തിൽ പൂനൂരിൽ വിദ്യാർത്ഥികൾ റാലി സംഘടിപ്പിച്ചു. ഡൽഹിയിൽ പീഡനത്തിനിരയായി മരണമടഞ്ഞ പെൺകുട്ടിയുടെ സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉണ്ണികുളം പഞ്ചായത്തിൽ പൂനൂരിൽ വിദ്യാർത്ഥികൾ റാലി സംഘടിപ്പിച്ചു. 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കാളികളായ റാലിക്ക് മുമ്പ് പ്രതിജ്ഞയെടുത്തു. പരിപാടിയുടെ ഉദ്ഘാടനം താമരശ്ശേരി DYSP ജെയ്സൺ K എബ്രഹാം നിർവഹിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മുടെ രാജ്യത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ട് പേരറിയാത്ത, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം കടന്നുപോയതുമായി ബന്ധപ്പെട്ട് സ്കൌട്ട് ജില്ലാ കമ്മീഷണർ ത്രേസ്യാമ്മ ജോർജ് വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഉണ്ണികുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CP ബഷീർ, വാർഡ് മെമ്പർ കരീം മാസ്റ്റർ, നിസാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഗിരീഷ് തേവള്ളി സ്വാഗതവും സുഭാഷ് നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ജാഗ്രതാ ദീപം തെളിയിച്ചു. ആദ്യ ദീപം DYSP ജെയ്സൺ K എബ്രഹാം വിദ്യാർത്ഥികൾക്ക് തെളിയിച്ചു നൽകി. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും അരിക്കുളം പ്രിയദർശിനി കൾച്ചറൽ സെന്ററും സംയുക്തമായി ബുധനാഴ്ച അരിക്കുളം മുക്കിൽ സൈബർ കുറ്റകൃത്യങ്ങളും നിയമവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിക്കും. അഡ്വക്കേറ്റ് G പ്രവീൺകുമാർ ക്ലാസ് നയിക്കും. അണിയനല്ലൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ജനുവരി 10 മുതൽ 15 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പേരാമ്പ്ര ഉള്ളേരി സംസ്ഥാന പാതയിലെ മൊളിയങ്കൽ കരിമ്പാറക്കുന്ന് കനാൽ പാലത്തിന്റെ കൈവരികൾ ബസ്സിടിച്ച് തകർന്നത് വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. നടുവണ്ണൂർ പഞ്ചായത്തിൽ മണൽപാസ് വിതരണത്തിലെ വ്യക്തതയില്ലായ്മ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമാവുന്നു. നടുവണ്ണൂർ പഞ്ചായത്തിൽ മണൽപാസ് വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യക്തതയില്ലായ്മ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നു. മാസത്തിൽ ഒരു തവണയാണ് പഞ്ചായത്തിൽ മണൽ വിതരണം നടക്കുന്നത്. എന്നാൽ ജനുവരി 1-ാം തീയതി മുതൽ 75 പേർക്ക് വീതം 2 ഘട്ടമായാണ് മണൽ വിതരണം ചെയ്യാൻ അധികൃതർ തീരുമാനിച്ചത്. എന്നാൽ ഇതറിയാതെ കാലത്ത് 4 മണി മുതൽ തന്നെ മണലിന്റെ ആവശ്യക്കാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയിരുന്നു. തുടർന്ന് ഓഫീസ് തുറന്ന് അധികൃതർ തീരുമാനം പ്രഖ്യാപിച്ചതോടെ നാട്ടുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം ആരംഭിക്കുകയായിരുന്നു. തുടർന്ന് ബാലുശ്ശേരി പോലീസ് സ്ഥലത്തെത്തിയാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത്. സാധാരണ 1-ാം തീയതി കൊടുക്കല് 50 പുതിയ വീടിനും ഇപ്രാവശ്യം ഇവർ പറഞ്ഞ് 2 ദിവസമായിട്ട് 50 കൊടുക്കുന്നതെന്ന് പറഞ്ഞ് പേപ്പറിൽ ഔട്ട് ചെയ്തില്ല. അപ്പോൾ അത് ഇവിടെ എഴുതി മാത്രം ഒട്ടിച്ചില്ല. അതാണ് പ്രശ്നം. അപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ 4 മണിക്ക്. ഭാരതീയ വിദ്യാനികേതൻ സംഘടിപ്പിക്കുന്ന റവന്യൂ ജില്ലാ കായികമേള കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ ജനുവരി 5, 6 തീയതികളിൽ നടക്കും. കോഴിക്കോട് റൂറൽ SP TK രാജ്മോഹൻ IPS പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൂടംകുളം ആണവ നിലയം ഉപേക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന ജനകീയ പ്രചാരണ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം കൊയിലാണ്ടിയിൽ കൽപ്പറ്റ നാരായണൻ നിർവഹിച്ചു. പുതുവർഷം കൂടംകുളത്തോടൊപ്പം കൂടംകുളത്തിന് 1 രൂപയെങ്കിലും എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജില്ലാതല ജനകീയ പ്രചാരണ പരിപാടി കൊയിലാണ്ടിയിൽ നടന്നു. പരിപാടി എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. EK ശ്രീനിവാസൻ, മേലൂർ വാസുദേവൻ, VT ജയദേവൻ, അബ്ദുൽ ഖ, വിജയരാഘവൻ, ശിവരാമൻ കൊണ്ടംവള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഈ പ്ലൂട്ടോണി ആറ്റം ബോംബ് നിർമ്മാണത്തിന് അത്യാവശ്യമാണ്, അണുവായുധത്തിന് അത്യാവശ്യമാണ്. ഈ പ്ലൂട്ടോണിയത്തിന്റെ നിർമ്മിതിക്ക്, അതിന്റെ ശേഖരണത്തിന് വേണ്ടിയാണ് ലോകത്തിലെ എല്ലാ ആണവ നിലയങ്ങളും ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് അമേരിക്ക എതിർത്തുകൊണ്ടിരിക്കുന്നത്, മറ്റു പല ആണവ രാജ്യങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റും ഇത്രയും വലിയ എതിർപ്പുണ്ടായിട്ട് 10,000 ലക്ഷക്കണക്കിൽ വരുന്ന പാവപ്പെട്ട ജനതയെ, കൂടംകുളത്തെ പണക്കാരെല്ലാം ഇത്രയും മുൻകൂട്ടി ഒരു അപകടം വരുന്നു കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഭൂമി വിറ്റോ പെറുക്കിയോ അവർ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കും. ഒന്നും ചെയ്യാൻ കഴിയാതെ, രക്ഷപ്പെടാനാവാതെ വരുന്ന ഒരു
വലിയൊരു അപകടത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് അവിടെ തന്നെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ലക്ഷക്കണക്കായ പാവപ്പെട്ട ജനതയെ കൊലക്ക് കൊടുത്തുകൊണ്ട് ഈ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു കാരണവശാലും ജനങ്ങളുടെ വളർച്ചയെയോ സമൂഹത്തിന്റെ വികാസത്തെയോ സംസ്കാരത്തിന്റെ ഉയർച്ചയെയോ ഒന്നും ലക്ഷ്യമിട്ടുകൊണ്ടല്ല. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഒള്ളൂർ അങ്ങാടിയിൽ സ്നേഹദീപമൊരുക്കി മെഴുകുതിരി പ്രകാശിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധത്തിന് ഒള്ളൂർ കൂട്ടായ്മയാണ് വേദിയൊരുക്കിയത്. പി മാധവൻ, CK മുഹമ്മദ് അലി, TK ലജിഷ, VM രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെങ്ങും CPIM ആഭിമുഖ്യത്തിൽ ഭൂസമരം തുടങ്ങി. ഉള്ളേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചനോറ മലയിലെ മിച്ചഭൂമിയിലേക്ക് വളണ്ടിയർ മാർച്ച്. വിനോദസഞ്ചാര കേന്ദ്രമായ കക്കയം വനപ്രദേശത്ത് തൂക്കുപാലത്തിന്റെ സർവേ പഠനം പൂർത്തിയായി. പാല നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് വിനോദസഞ്ചാര വകുപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.